ഒരു കട്ടൻ മഴ ജോൺസൺ മാസ്റ്റർ, അല്ല കത്തി തീരുന്ന ഒരു പാവ സിഗരറ്റ് കുഞ്ഞ്, പിന്നിൽ വട്ടം പൊട്ടുള്ള സാരിയൊക്കെ ചുറ്റിയ അടിച്ചിട്ട കേശഭാരം ഒതുക്കി കാവിലെ ഭഗവതിയാണോ എന്ന കമന്റ് ഉറപ്പ് വരുത്തുന്ന നായിക ഫെയ്ഡ് ഔട്ടിൽ. രഞ്ജിത്ത് സിനിമയുടെ സ്വഭാവം അത്രയും നേരെ ചൊവ്വെ കാണിച്ചു തന്ന പോസ്റ്റർ കണ്ടിട്ടും എന്തിനാരോ കാണാൻ മുതിർന്നു എന്ന വലിയ ചോദ്യം ബാക്കി. ഒരു വലിയ വീട്ടിൽ ഏകാന്ത ജീവിതം നയിക്കുന്ന നായകൻ, എഴുത്തുകാരൻ. രഞ്ജിത്ത് സിനിമ ആയതുകൊണ്ട് വീടെന്ന് പറഞ്ഞൂടാ, ഐശ്വര്യമുള്ളൊരു തറവാട്, ബൊഗെയിൻവില്ലയൊക്കെ പൂത്തിലഞ്ഞു നിൽക്കുന്ന ഒരു തറവാട്. ആ മനുഷ്യന്റെ ഏകാന്തതയിലേക്കും കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് നായിക തിരിച്ചു വരുന്നു. അല്ലെങ്കിലും നായകനെ നേർവഴിക്ക് നടത്തലല്ലാതെ എന്താണ് നായികാധർമ്മം? ഒന്നുമില്ല. കഥയിലും കാര്യമായി ഒന്നും ചെയ്യാനില്ല. ഒരു പഴയ ഫ്യൂഡൽ മാടമ്പി കഥയുടെ പല്ലു ഒഴിഞ്ഞ വേർഷനുകളിൽ രഞ്ജിത്തിന്റെ സിനിമാ സങ്കല്പം ശ്വാസം മുട്ടിക്കിടപ്പാണെന്ന് തോന്നുന്നു. കാലം മാറിയത് അറിഞ്ഞു കാണില്ല. ബിജിപാലിന്റെ സംഗീതവും പ്രശാന്ത് രവീന്ദ്രന്റെ ഫ്രെയിമുകളും ചെറിയൊരു രക്ഷയാണെങ്കിലും കാലം തെറ്റിപ്പെയ്ത മഴ പോലെയാണ് ശരിക്കും ആരോ. കാൽപ്പനികതയുടെ പഴകിയ ദൃശ്യ സൗന്ദര്യമാണ് ഇന്നും രഞ്ജിത്തിന്റെ ആയുധം. ഒപ്പം IFFK സഞ്ചിയിൽ തൂക്കിയിട്ടിരിക്കുന്ന മദ്യക്കുപ്പി. അത്യാവശ്യം കാറ്റലോഗും കാര്യങ്ങളും ഇടുമ്പോൾ തന്നെ കീറിപ്പോകുന്ന സഞ്ചിയിൽ അത്ര ഭാരമുള്ള കുപ്പി എങ്ങനെയാണ് തൂങ്ങിക്കിടന്നതെന്ന ചോദ്യമൊന്നും വേണ്ട. ഇതൊരു ഇന്റലക്ച്വൽ കഥയാണ്, നിനക്കൊന്നും മനസ്സിലാക്കണമെന്ന് യാതൊരു നിർബന്ധവും. ശ്യാമപ്രസാദിനും മഞ്ജു വാര്യർക്കും മമ്മൂക്കയ്ക്കും മനസ്സിലായിട്ടുണ്ട്. പടം തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പ്രേക്ഷകർ നൽകുമായിരുന്ന സ്നേഹത്തിന് രഞ്ജിത്ത് നേരത്തെ മറ്റൊരു വേദിയിൽ മറുപടി പറഞ്ഞിരുന്നു. കൂവിത്തെളിയുക തന്നെ വേണം. സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൊണ്ട് നിറയ്ക്കുന്നവർക്കും വേണമെങ്കിൽ ഈ വാക്കുകളുടെ പര്യായം മറുപടിയായി സ്വീകരിക്കാവുന്നതാണെന്ന് കരുതുന്നു.